ജയശ്രീ കേരള കിച്ചന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഊണിനോടൊപ്പം ഒഴിച്ചു കഴിക്കാവുന്ന തക്കാളി പച്ചടിയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഈ തക്കാളി കറി വെള്ളം കുറച്ച് കുറുക്കി ചുവന്ന മുളകിന് പകരം പച്ചമുളക് ഉപയോഗിച്ചാൽ സദ്യക്ക് വിളമ്പുന്ന തക്കാളി പച്ചടിയായും ഉപയോഗിക്കാം. ഒരു ചീഞ്ചട്ടിയിൽ 3 തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് ഇട്ടുകൊടുക്കുക. ഇതിലേക്ക് 3-4 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കറിവേപ്പിലയും ഇട്ടുകൊടുത്ത് ലോ ഫ്ലെയിമിൽ വേവിക്കണം. ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പ്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി ഇവ ചേർത്ത് നന്നായി ഇളക്കി 1/2 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കാം. ഊണിന് ഒഴിച്ചു കറിയായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ചുവന്ന മുളക് പൊടി ഇടാം. അതല്ല സദ്യക്ക് വിളമ്പുന്ന തക്കാളി പച്ചടിയായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വെള്ളം കുറച്ച് പച്ചമുളക് ഇട്ട് കുറുക്കിയെടുക്കണം. തക്കാളി വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ കറിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. ഇതിനായി മിക്സിയിൽ 1/2 കപ്പ് തേങ്ങ, 1 സ്പൂൺ ജീരകം, 1/2 സ്പൂൺ കടുക് എന്നിവ ചേർത്ത് അല്പം വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കും. നമ്മുടെ തക്കാളി ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം 6-7 മിനിറ്റ് ഇത് വേവിച്ചിട്ടുണ്ട്. ഇതൊന്ന് നന്നായി ഇളക്കി ചേർത്തതിന് ശേഷം ഇതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കണം. അരപ്പ് ചേർത്ത തക്കാളി കറി തുറന്നു വെച്ച് ഒന്നുകൂടി തിളപ്പിക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കണം. അധികം പുളിയില്ലാത്ത തൈരാണ് ഉപയോഗിക്കേണ്ടത്. പുളിയുള്ള തൈരാണെങ്കിൽ തക്കാളിയുടെ പുളിയും പിന്നെ തൈരിന്റെ പുളിയും കൂടി ചേരുമ്പോൾ പുളി അധികമായി തോന്നാൻ സാധ്യതയുണ്ട്. കറിയുടെ ഉപ്പ് പലർക്കും പല തരത്തിലായിരിക്കും വേണ്ടത്. അതുകൊണ്ട് ഉപ്പ് കുറവാണെന്ന് തോന്നിയാൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം. തക്കാളിയുടെയും തൈരിന്റെയും പുളി ഒന്ന് ബാലൻസ് ചെയ്യുന്നതിനായി ഇതിലേക്ക് 1/2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ ചിലർക്ക് ഇത് ഇഷ്ടപ്പെടുകയില്ല. ഞാൻ ഇതിൽ പഞ്ചസാര ചേർക്കുന്നില്ല. ആവശ്യമെങ്കിൽ 1/2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ തക്കാളി പച്ചടിയിലേക്ക് കടുക് വറുത്തിടണം. അതിനായി പാത്രത്തിൽ എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് 2 വറ്റൽ മുളക് പൊട്ടിച്ചതും ഇട്ട് നമ്മുടെ തക്കാളി കറിയിൽ താളിച്ചു കൊടുക്കണം. ചോറിനോടൊപ്പം കൂട്ടാവുന്ന സ്വാദിഷ്ടമായ തക്കാളി കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഈ തക്കാളി പച്ചടി പൊതുവെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, കമൻസ് അറിയിക്കണം.